റെഡിഗോന്റെ ഒരു വമ്പൻ കളക്ഷൻ വരാണ്ട്. ഫ്രണ്ട്സ് മുക്താറാണ് കേറി വാ മക്കളെ. 2012 അല്ലേ, 2012 വോൾസാന്റെ പോളോ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന വണ്ടി. ഡീസൽ എത്ര കൊടുക്കാം നമുക്ക്? 2.5 ലക്ഷം രൂപ കൊടുക്കാം. പോട്ടെ, ഞാൻ അത് കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് ഒരു ഐറ്റം വാങ്ങാൻ വേണ്ടി പോവുകയാണെങ്കിൽ 2023 സിംഗിൾ ഓണർഷിപ്പ് ഏതാ 10,000 കിലോമീറ്റർ ആസ്റ്റ ഫുൾ ഓപ്ഷൻ ബട്ടൺ സ്റ്റാർട്ട് വരുന്ന ടൈപ്പ് അല്ലേ? എത്ര കൊടുക്കാം? അതും ഫുൾ ഓൺലി. പ്രൈസ് എത്ര വരുന്നത്? അതൊന്നും നോക്കണ്ട, കുറയ്ക്കലൊക്കെ നിങ്ങളെ ഇതാട്ടോ, അത് വേറെ കാര്യം. ഇനി അതേപോലെ തന്നെ ഒരുപാട് വണ്ടികൾ, ഒരുപാട് കളക്ഷൻസ്. എക്സ്ക്രോസ് വരുന്നുണ്ട്, റിനോൾഡിന്റെ ടെസ്റ്റർ വരുന്നുണ്ട്, നിസാന്റെ ടറന വരുന്നുണ്ട്, സ്വിഫ്റ്റ് നോക്കിങ്ങള്. ഇത് നമ്മളെ ഡാറ്റ്സന്റെ ഗോ പ്ലസ് 7 സീറ്റർ ഒരു എത്ര 235 2015 മോഡൽ 70,000 കിലോമീറ്റർ ഓടിച്ച സിംഗിൾ ഓണർഷിപ്പ്. ഞാൻ അത് കഴിഞ്ഞിട്ട് സ്വിഫ്റ്റ് അങ്ങോട്ട് തുടങ്ങാണ്. സ്വിഫ്റ്റിന്റെ ഒരു വമ്പൻ ചാകര വരുന്നുണ്ട്. സ്വിഫ്റ്റ് ഒരുപാട് മോഡലുണ്ട്. അതേപോലെ തന്നെ വാഗ്നർ നോക്കുകയാണെങ്കിൽ വാഗ്നറിന്റെ ഒരുപാട് ചാകര വരുന്നുണ്ട്. ഒരുപാട് മോഡലും ഒരുപാട് ഓഫറുള്ള സ്പോട്ടിലുള്ളത് നമ്മുടെ റാഫിക്കാൻ അടുത്ത്. റാഫിക്കാൻ എന്തൊക്കെ വിശേഷം? സുഖമല്ലേ? അടിച്ചു പൊളിക്കണ്ട നമുക്ക്. ഏകദേശം 2 പാർട്ട് എന്തായാലും ഉണ്ടാവും. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് എന്തായാലും ഉണ്ടാവും. ഇത് നമ്മളെ സ്പോട്ട് എവിടെ വരുന്നത്? മലപ്പുറം പുത്തനത്താണ് 2 പറഞ്ഞ സ്ഥലത്ത്. എന്താണ് ഭായി ഒരു ദുഷാറായി നിങ്ങള് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഇങ്ങനെ ആയാലോ തളർന്നാലോ? അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയുകയാണ്, ഏത് വണ്ടിയാണെങ്കിൽ നിങ്ങൾ എടുക്കുമ്പോൾ പൂർണ്ണമായും ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾ എടുക്കണം. നിങ്ങൾ ഉത്തരവാദിത്തം അല്ല റാഫിക്ക? ചെക്ക് ചെയ്തിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ പ്രൈസ് കാര്യങ്ങളൊന്നും നോക്കണ്ട, ബാക്കി കുറപ്പിക്കല് കൊടുക്കൂലേ? അത്യാവശ്യം കുറപ്പിക്കണ്ടല്ലോ. അത്യാവശ്യം തടിയും മണ്ണും നോക്കണ്ട, മൂപ്പര് പാവാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ കാര്യം തന്നെ. അപ്പം നിങ്ങൾ ഒന്ന് ഞെട്ടിച്ചാൽ മൂപ്പര് എന്തായാലും കുറയ്ക്കും കൊടുക്കൂലേ? നമ്മൾ മാക്സിമം കുറച്ച് കൊടുക്കണ്ടല്ലോ. അവർക്ക് വന്നിട്ട് വെയിറ്റ് കുറവുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിയല്ലേ വന്നിട്ട്. അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോയിലേക്ക് പോവാണ്. നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് വീഡിയോ തുടങ്ങുന്നത് തന്നെ ഒരു ഐറ്റം നാക്കാം. 2023 അല്ലേ? 2023 വെറും 10,000 മാത്രം കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. നിയോസ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ ആയിരുന്നത്? ഇത് 2023 ആകെ 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആസ്റ്റ എന്ന ഓപ്ഷനാണ് ഏറ്റവും ഫുൾ ലോഡ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന ടൈപ്പ്. ഓൺഷിപ്പ് സിംഗിൾ. ഇപ്പൊ സെക്കൻഡ് ആക്കാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പേരിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മളെ വിട്ട ടീമിലേക്ക് മാറ്റാം. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് നമ്മുടെ പ്രൈസ് ആണെങ്കിൽ 6,25,000 രൂപയാണ്. 6,25,000. ഒരു ഐറ്റം പുതിയ വണ്ടി വാങ്ങാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഫുൾ ലോണിൽ 6,25,000 പ്രൈസ് ലാസ്റ്റ് ആണോ? നെഗോഷ്യബിൾ ആണോ? മാറ്റം വരുത്തി കൊടുക്കാം. ഫുൾ ലോൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. അതായത് പൈസ ഒന്നും വേണ്ട, വണ്ടി കൂടി ഇറക്കിക്കൊണ്ടാവും. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ടയോട്ടന്റെ എത്തിയോസ് 2012 GD ആണ്. 2012 GD. കേരള ആണോ റീ ആണോ വരുന്നത്? റീ ആണ്. പക്ഷെ കേരള വണ്ടിനെ കാട്ടി പണിത വണ്ടിയാണ്. ഫുള്ള് പ്ലാറ്റിനം ടൈപ്പ് ആക്കിയിരിക്കണ്, ഡ്യുവൽ കളർ ആക്കിയിരിക്കണ് വണ്ടി. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡിലേക്ക് എടുക്കുന്നത്. കിലോമീറ്റർ ഓടിക്കും ഒന്നിന്റെ അടുത്ത് ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ്. ഡീസൽ അല്ലേ വരുന്നത്? പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് ആണ് നമുക്ക് 3,85,000 രൂപ. 3,85,000. എത്ര ലോൺ കയറും? ലോൺ നമുക്കൊരു 3 രൂപ ഉള്ളിലേക്ക് ഒരു 85,000 വണ്ടി ഇവിടെ നടക്കാം. നോക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ബ്രസ വരുന്നുണ്ട്. ബ്രസ ഒന്നും കൂടി നിങ്ങൾ ഫോട്ടോ കണ്ടിട്ടുണ്ടല്ലോ. ബ്രസ 2017 വരാണ്ട് വൈറ്റ് കളർ ZDI വണ്ടിയാണ്. ഇത് ZDI പ്ലസ് ആണ്. ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. ഇത് 2016 ആണ്. 2016 ഡീസൽ. അതെ, ഡീസൽ. ഇതിലാണെങ്കിൽ ആകെ 80,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ വണ്ടി. ഓൺഷിപ്പ് വരുന്നത്? ഫസ്റ്റ് ഓണർ വണ്ടി. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ്മെന്റ്. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യയിലൊക്കെ എന്താ പാട്? നല്ല വൃത്തി, നീറ്റ് ആൻഡ് ക്ലീൻ ഉണ്ട്. ഓൺഷിപ്പ് സെക്കൻഡ് അല്ലേ പറഞ്ഞത്? ഫസ്റ്റ് ഓൺഷിപ്പ്. പ്രൈസ് ആണ് വരുന്നത്? ഇതാണ് നമുക്ക് 7,85,000 കൊടുക്കാം. 7,85,000. 2016 വണ്ടി വരാണ്ട് ഫുൾ ഓണും കൊടുക്കാം. 2016 ഡീസൽ 80,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് 7,85,000 ഫുൾ ഓൺ. ഇതല്ല, 17 വണ്ടിയാണ്. 17 വണ്ടി. ഇത് നമുക്കൊരു 7 ലക്ഷം രൂപ അടുത്ത് മൂല്യം ചെയ്യാം. ഒരു 85,000 വണ്ടി ഇവിടെ നടക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? എക്സ്ക്രോസ് ഏതാ മോഡൽ വരുന്നത്? 2015 മോഡൽ വണ്ടി. 2015 ഡീസലോ പെട്രോളോ? ഡീസൽ. ഓൺഷിപ്പ് വരുന്നത്? ഫുൾ ലോഡ് വണ്ടിയാണ്. ഡീസൽ ഇപ്പൊ മൂന്നാമത്തേൽ കിടക്കുന്നുണ്ട്. ഓൺഷിപ്പ് 3. കിലോമീറ്ററോ? കിലോമീറ്റർ 1.30. റീപ്ലേസ്മെന്റ് എന്താണോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇതാണെങ്കിൽ 5,30 കൊടുക്കാം. 5,30. എത്ര ലോൺ കയറും? ലോൺ നമുക്ക് ഒരു 5 രൂപ ഉള്ളിൽ ചെയ്യാം. ഒരു 30,000 രൂപ വണ്ടി ഇവിടെ നടക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത് എക്കോസ്പോർട്ട്. 14 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്. 2014 ടൈറ്റാനിയം വണ്ടി. ടൈറ്റാനിയാണ്. ആക്സിഡന്റ് ഫുൾ ഓപ്ഷന് തൊട്ട് താഴെയുള്ള വരുന്നത്. ഓക്കെ. ഓൺഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് ഇത് മൂന്നാമത്തേൽ കിടക്കുന്നത്. കിലോമീറ്റർ ഓടിക്കണം 1.20. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. പ്രൈസ് ആണ് വരുന്നത്? ഇത് പ്രൈസ് ആണ് 3,90,000 രൂപ. 3,90,000. മാക്സിമം ലോൺ 3 രൂപ. 3 രൂപ. ഒരു 90,000 വണ്ടി ഇവിടെ നടക്കാം. ഇനി നെക്സ്റ്റ് വരുന്ന റിനോൾഡിന്റെ ഡസ്റ്റർ. 2016 മോഡൽ വണ്ടി. 2016 മോഡൽ. ആകെ 80,000 കിലോമീറ്റർ ഓടി. ഒരു 80,000 കിലോമീറ്റർ. 85. ഓണർഷിപ്പ്
ഓണർഷിപ്പ് സെക്കൻഡിൽ കിടക്കും. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഈ വണ്ടി ഒന്ന് പോളിഷും കാര്യങ്ങളും ചെയ്യാടൊക്കെ ചെയ്യും. എന്നാൽ ഉള്ളിലും ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ നോക്കാൻ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എവറേജ് ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രൈസ് ആണ് വരുന്നത് 85 ആകുമ്പോൾ മാർക്കറ്റുള്ള വണ്ടിയാണ്. ഇതാണ് നമുക്ക് 540 കൊടുക്കാം. 540 കൊടുക്കാം. 5 മേൽക്കണ്ട് ലോൺ ചെയ്യാം നമുക്ക്. മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഏതാണ്? ടറാനോ 2015 മോഡലാണ്. 2015 ഡീസൽ 110 ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് മൂന്നാമത്തിലിപ്പായി. മൂന്നാമത്തേലായിക്കണേ. കിലോമീറ്ററോ? കിലോമീറ്റർ ഓടിക്കുന്നത് 130. 130. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ വണ്ടിയാണ്. ക്ലീൻ വണ്ടി. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് പ്രൈസ് ആണെങ്കിൽ നമുക്കൊരു 5-10 ഫൈനൽ. 5-10 ഫൈനൽ. മാക്സിമം ലോൺ ഒരു 4.5 വെച്ച് 4.5 ചെയ്യാം. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു ടറാനോ വരുന്നുണ്ട് റെഡ്. അതെ, ഇത് 85 പേര് വരുന്നതാണ്. 2014 മോഡൽ വണ്ടി. 2014 മോഡല്. ഓണർഷിപ്പ് 2 എടുക്കുന്ന വണ്ടി. കിലോമീറ്ററോ? കിലോമീറ്റർ 140 ഓടിക്കുന്നു. 140. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല, മെയിൻ ഗ്ലാസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? നല്ല വൃത്തിയുള്ള നല്ല മെക്കാനിക്കോ നല്ല കണ്ടീഷൻ വണ്ടി. എത്ര കൊടുക്കാം? ഇത് നമുക്ക് ആണെങ്കിൽ ഒരു 4.5 ആവശ്യപ്പെടുന്നുണ്ട്. 4.35 കിട്ടിയ ഫൈനൽ. 4.35 കിട്ടിയാൽ കൊടുക്കാം. ഒരു എത്ര ലോൺ കയറും? ലോൺ നമുക്ക് 40 ഒരു 35,000 രൂപ വണ്ടി സുഖമായിട്ട് ഇവിടെ നടക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു ബഡ്ജറ്റ് സെക്ഷനിലേക്ക് പോയാലോ? ആ ഒരു സെക്ഷനിലേക്ക് പോവാം. XCV ആണെങ്കിൽ ഉണ്ട്. XCV എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? XCV ആണെങ്കിൽ 2012 W8 ആണ് വരുന്നത്. W8 2012 കേരള വണ്ടിയല്ലേ? പക്ക കേരള വണ്ടിയാണ്. ഓണർഷിപ്പ് 3 കിടക്കുന്നത്. കിലോമീറ്റർ ഓടിക്കുന്നത് 130 ഓടിക്കുന്നത്. 130. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് ഫൈനൽ 4.85 കൊടുക്കാം. 4.85 കൊടുക്കാം. ഓട്ടോമാറ്റിക്കലി വരുന്ന വണ്ടിയാണിത്. 2015-16 ആകെ 50,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. 15-16 ഓട്ടോമാറ്റിക്. ഒരു 50,000 കിലോമീറ്റർ. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ വണ്ടിയാണ്. ക്ലീൻ വണ്ടി. TUV 300 ആണ് വരുന്നത്. പ്രൈസ് ആണ് വരുന്നത്? ഇതാണെങ്കിൽ 590 കൊടുക്കാം. 590. എത്ര ലോൺ കയറും? 5.5 വണ്ടി നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് ഓട്ടോമാറ്റിക് വരുന്നത്. ഏതാ മോഡല്? 2017 മോഡല്. 2017 പെട്രോൾ അല്ലേ വരുന്നത്? പെട്രോൾ ആകെ 60,000 കിലോമീറ്റർ. ഒരു 60,000 കിലോമീറ്റർ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡിൽ കിടക്കുന്നത്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, ബോണറ്റ് മാറി. ബോണറ്റ് മാത്രം മാറിയിട്ടുണ്ട്. മെയിൻ ഗ്ലാസ് ഒന്നുമില്ല. അപ്രോണ് ഇല്ല, ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇതാണെങ്കിൽ നമുക്ക് 5.65 കൊടുക്കാം. 5,65,000. എത്ര ലോൺ കയറും? 5 റുപ്യ വരെ കണ്ടിട്ട് ലോൺ ചെയ്യാം. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ വോൾസാന്റെ പോളോ. അതെ, ഏതാ വരുന്നത്? 2012 മോഡൽ വണ്ടി. ഡീസലോ പെട്രോളോ? ഡീസലാണ്. 2012 ആണ്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡിൽ എടുക്കും. കിലോമീറ്റർ 130. 130. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല, നല്ല വൃത്തിയുള്ള വണ്ടി. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. റെഡ് കളറാണ്. കാര്യങ്ങളൊന്നും ഇല്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്കാണെങ്കിൽ 2.60 2.55 കൊടുക്കാം. 2.55 കൊടുക്കാം. എത്ര ലോൺ കയറും? ലോൺ 2 റുപ്യ വരെ. 2 റുപ്യ വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 55,000 രൂപയുടെ വോൾസാന്റെ പോൾ നമുക്ക് ഇറക്കാം. റെഡ് കളറാണ്, നല്ല മാർക്കറ്റുള്ള കളർ തന്നെയാണ്. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ ഡാറ്റ്സന്റെ ഗോ പ്ലസ് ഒരു 7 സീറ്റർ വണ്ടി നോക്കുകയാണെങ്കിൽ ചെറിയൊരു പൈസക്ക് ആകെ 70,000 കിലോമീറ്റർ ഓടി ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഏതാ മോഡൽ വരുന്നത്? 2015 മോഡൽ. 2015. ഏതാ ഓപ്ഷൻ? ഏറ്റവും ഫുള്ളോട്. ഏറ്റവും ഫുള്ളോട്. ഇതിൽ ഒറ്റ രണ്ട് ഓപ്ഷൻ ഇറങ്ങിയിട്ടുള്ളൂ. ഏറ്റവും ഫുള്ളോടാണ് വരുന്നത്. 2015. സിംഗിൾ ഓണർഷിപ്പ്. 70,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത. പ്രൈസ് ആണ് വരുന്നത്? ഇത് പ്രൈസ് ആണ് നമുക്ക് 2.35 കൊടുക്കാം. 2.35. 2 റുപ്യ 2.10 ലോൺ ചെയ്യാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. നോക്കാം, ശ്രമിച്ചു. ഈ സ്വിഫ്റ്റ് വരുന്നുണ്ട്. ഡീസലോ പെട്രോളോ? പെട്രോൾ ആണ് വരുന്നത്. ഏതാ മോഡൽ? 2014-15 രജിസ്റ്റർ. 14-15 രജിസ്ട്രേഷൻ. പെട്രോൾ VXI ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഫസ്റ്റ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.20 1.10 സർവീസും കാര്യങ്ങളൊക്കെ. റീപ്ലേസ്മെന്റ് എന്താ? ഒന്നുമില്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും. പ്രൈസ് ആണ് വരുന്നത്? ഇത് പ്രൈസ് ആണെങ്കിൽ 3.90 കൊടുക്കാം. 3.90. 3.60 ലോൺ ചെയ്യാം. എത്ര ലോണ്? 360 വരെ ലോൺ ചെയ്യും അല്ലേ? ഓക്കെ, ഇതേതാ മോഡൽ വരുന്നത്? ഡിസയർ ആണ്. 2014 മോഡലാണ്. 2014 ഡീസൽ അല്ലേ? ഡീസലാണ്. VDI വണ്ടിയാണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. ഓണർഷിപ്പ്? ഓണർഷിപ്പ് കൂടിയിരിക്കണത് 4 ആയിക്കണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.30 ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് എന്താ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് കൂടിയെന്നുള്ളൂ. ഓക്കെ, പ്രൈസ് ആണ് വരുന്നത്? ഇതാണ് 3.80 കൊടുക്കാം. 3,80,000. 3 ലക്ഷം രൂപ ലോൺ ചെയ്യാൻ പറ്റും. ഒരു 80,000 രൂപ വണ്ടി ഇവിടെ നടക്കാം. ഓക്കെ, ഈ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഷിഫ്റ്റ് 2012 മോഡൽ. VDI ആണ്. ഡീസലാണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് വരുന്നത് 3 ആണ് വന്നിരിക്കുന്നത്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.20. 1.20 കറക്റ്റ് ആണോ? 1.15 സർവീസ് ഉണ്ട്. സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ 1.15 ഓടിക്കണം. 1.15 സർവീസ്. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല, ആക്സിഡന്റ്. 2015 ഡീസലാണ് വരുന്നത് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് അല്ലേ പറഞ്ഞത്? മൂന്നാമത്തെ ഓണർഷിപ്പ്. പ്രൈസ് ആണ് വരുന്നത്? ഇതാണ് 3.20 കൊടുക്കാം. 3.20. ഇനി എന്താ പറയോ? ഇതിന് ചില മാറ്റം പറ്റി കൊടുക്കാം നമുക്ക്. എത്ര ലോൺ കയറും? ലോൺ നമുക്ക് 2.25 വരെ. ഒരു ചുരുക്കം പറഞ്ഞാൽ ഒരു 40,000 രൂപ വണ്ടി സുഖമായിട്ട് നടക്കാം. ഓക്കെ, സെലറി ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ? ഇത് ഡീസലാണ്. ഡീസൽ 2016 മോഡൽ. 2016. VDI ആണ് വരുന്നത്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ്. കിലോമീറ്റർ?
കിലോമീറ്റർ ഒന്നിന് പുറത്ത് ഓടിക്കണേ, പക്ഷെ ക്ലീൻ വണ്ടിയാണ്. വണ്ടി മെക്കാനിക് ഒക്കെ ഫുൾ കണ്ടീഷനാണ്. റീപ്ലേസ്മെന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. 25-26 എന്തായാലും മൈലേജ് വരും. 28 കിലോമീറ്റർ കിട്ടുന്നുണ്ടെന്ന് അവര് പറഞ്ഞത്. അത് നോക്കണ്ട, 25-26 എന്തായാലും മൈലേജ് ഉള്ള വണ്ടി. പ്രൈസ് ആണ് വരുന്നത്. പ്രൈസ് വരുന്നത് 3 റുപ്യാണ്. 3 റുപ്യ നമുക്ക് ലോൺ ചെയ്യാം. 2016 3 റുപ്യാണ് ചോദിക്കുന്നത്. 3 റുപ്യ ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി റിഡ്സ് വരുന്നുണ്ട്. റിഡ്സ് ഏതാ മോഡൽ വരുന്നത്? 2012 ന്യൂ ഷേപ്പ് വണ്ടി, ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഒരു 76 റുപ്യ അലവിനും ടയറും ഉണ്ടായിരുന്നു. അത് ഫുൾ ഫിറ്റിംഗ്സ് ഉള്ള കയറ്റിയ വണ്ടിയാണ്. 2012 ഡീസൽ അല്ലേ വരുന്നത്? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ. കിലോമീറ്റർ 90,000. റീപ്ലേസ്മെന്റ് ആണോ? റീപ്ലേസ്മെന്റ് ഇല്ല. പ്രൈസ് ആണ് വരുന്നത്. ഇത് നമുക്ക് പ്രൈസ് ആണെങ്കിൽ 3,10,000 റുപ്യാണ്. 3 റുപ്യ ഫൈനൽ. 3 റുപ്യ ഫൈനലായിട്ട് കൊടുക്കാം. 2,60 വരെ ലോൺ ചെയ്യാം. ഒരു 40,000 റുപ്യ വണ്ടി ഇവിടെ നടക്കാം. ഞാൻ അതേപോലെ തന്നെ ഒരു എക്സ്പ്രസോ വരുന്നുണ്ട്. എക്സ്പ്രസോ ഏതാ മോഡൽ വരുന്നത്? എക്സ്പ്രസ് 19 മോഡലാണ്. VXI പ്ലസ് ആണ് വരുന്നത്. VXI പ്ലസ്. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ്. ആകെ 70,000 കിലോമീറ്റർ ഓടിക്കും. റീപ്ലേസ്മെന്റ് ആണോ? ഇപ്പോൾ ഡോർ ഉണ്ട്. വേറെ എന്തെങ്കിലും? വേറെ ഇല്ല, ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്. പ്രൈസ് വരുന്നത് നമുക്ക് ഒരു 3,80,000 രൂപ കൊടുക്കാം. 3.80. ഒരു 3,60 ലോൺ ചെയ്യാം. ഒരു 20,000 റുപ്യ വണ്ടി ഇവിടെ നടക്കാം. പക്ഷേ ഫുൾ ലോൺ കിട്ടും. നമുക്ക് ശ്രമിച്ചു നോക്കാം. അല്ലേ? ഈ ഒരു വാഗനർ 3 വരുന്നുണ്ട്. വാഗനർ 2016 ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഇത് എത്ര ചോദിക്കുന്നത്? ഇത് ആണെങ്കിൽ നമുക്കൊരു 3,40 കൊടുക്കാം. ഇതുവരെ ഈ വണ്ടി നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നത് RC കിട്ടാത്ത പ്രശ്നത്തോട് ഇങ്ങനെ കിടക്കുന്നത്. അതിന്റെ പേരിന് മാറിയിട്ട് കുറെ ആൾക്കാർ നിങ്ങളെ ഇത് കണ്ടിട്ട് വിളിച്ചിങ്ങനെ വണ്ടി. അന്ന് വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ RC ഉണ്ടായിരുന്നില്ല. RC നമ്മുടെ പേർക്ക് വാങ്ങി വന്നിക്കണ വണ്ടി. അപ്പൊ 2016 ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് പോകുന്നത് 4-ാമത്തെ നമ്മളെ പേരിലേക്ക് ആക്കിക്കണം. കിലോമീറ്റർ ഓടിക്കുന്ന 60,000 കിലോമീറ്റർ. അപ്പൊ നിങ്ങളെ പേരിലേക്ക് ആക്കിയോണ്ട് പൈസ എന്തായാലും മാറ്റം വരില്ല. അല്ലല്ല, പ്രൈസ് 3,40 കൊടുക്കാം. 16 ഓട്ടോമാറ്റിക് വിലക്കുണ്ടോ നോക്കിയാൽ. ഓക്കെ. ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് 2010 വണ്ടിയാണ്. 2010. അതെ. 2011 രജിസ്റ്റർ ഉള്ള വണ്ടി. ഓണർഷിപ്പ് 2-ാമത്തിൽ എടുക്കും. കിലോമീറ്റർ ഓടിക്കുന്നത് 80,000 ഒന്നിന്റെ ഉള്ളിൽ. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് ഓപ്ഷൻ ഇല്ല, LXI വരുന്നത്. LXI ആണ്. പ്രൈസോ? പ്രൈസ് ആണ് ഇത് 1,85 കൊടുക്കാം. 1,85. ഇതേതാണ്? ഇത് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഏതാ മോഡല്? 2009 പുതിയ പേപ്പറിൽ നമ്മൾ എടുത്തിട്ടാണെങ്കിൽ 1,55 കൊടുക്കാം. 1,55. ഫുൾ കമ്പനി സർവീസ് 90,000 സർവീസ് കൊണ്ട് വണ്ടി. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് ബാക്ക് ഭാഗത്തേക്ക് പോവാം. ഇനി നമുക്ക് ഒരു വാഗനർ കൂടി നോക്കാം. ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? നമുക്ക് 2007-8 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്. 2007-2008 പുതിയ പേപ്പർ എടുത്ത് സെക്കൻഡ് 2028 വരെ പേപ്പർ ഉണ്ടാവും. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ ഒന്നിന്റെ ഉള്ളിൽ ഓടിക്കും. LXI VXI VXI ആണ് വരുന്നത്. റീപ്ലേസ്മെന്റ് എന്തുണ്ടോ? റീപ്ലേസ്മെന്റ് ഇല്ല. പ്രൈസ് ആണ് വരുന്നത്. ഇത് നമുക്കാണെങ്കിൽ 1,25. 1,25. മാക്സിമം ലോൺ കയറില്ലേ? മാക്സിമം ലോൺ ആയിമ്മ കിട്ടൂല. ലോൺ ഇത് ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും. 2015 VXI ആകെ 50,000 കിലോമീറ്റർ ഉണ്ട്. 2015 VXI വെറും 50,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ചെറുതുണ്ട്. അതുകൊണ്ട് ലോണും ഫുൾ ലോൺ ആക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ, പ്രൈസ് ആണ് വരുന്നത്. ഇത് പ്രൈസ് ആണെങ്കിൽ 3,00,000 റുപ്യാണ്. 2,95 റുപ്യ വരും. ആ 2,95 3 റുപ്യ ലോൺ ചെയ്യാം. ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം അല്ലേ? 2,95 അല്ലേ? ഓക്കെ. ഞാൻ അതേപോലെ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? റിക്സ് ആണ്. 2012 രജിസ്റ്റർ ഉള്ള വണ്ടിയാണിത്. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 1,30. റീപ്ലേസ്മെന്റ് എന്താണോ? ഡോർ എന്നിട്ട് ഒന്ന് മാറി. ഡോർ എന്തോ മാറിയിട്ടുണ്ട്. 2012 വരുന്നത്. പ്രൈസ് ആണ് വരുന്നത്. ഇതാണെങ്കിൽ നമുക്ക് 2,15 റുപ്യ കൊടുക്കാം. 2,15. കിലോമീറ്റർ എത്ര പറഞ്ഞത്? 1,30. ഡീസലോ പെട്രോളോ? ഡീസലാണ് വരുന്നത്. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന സ്വിഫ്റ്റ് ആണ്. 2010 മോഡൽ വണ്ടി. 2010 മോഡൽ. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ ഒന്നിന്റെ പുറത്ത് ഓടിക്കുന്നത്. ഫ്യൂൽ ഏതാ വരുന്നത്? ഡീസലാണ്. വീഡിയോ ആണ് വരുന്നത്. 2,15 റുപ്യ കൊടുക്കാം. 2010 അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്ന മോഡൽ അതാണ്. ഇത് 2012 മോഡൽ ബട്ടർ സ്റ്റാർട്ടിംഗ് വരുന്ന വണ്ടി. i20 കാൽ 11 കോഴിക്കോട് രജിസ്ട്രേഷൻ. 2012 അല്ലേ പറഞ്ഞത്? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ ഒന്നിന്റെ പുറത്ത് ഓടിക്കുന്നത്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല. ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്. ഇതാണ് നമുക്ക് 2,60 കൊടുക്കാം. 2,60,000. എത്ര ലോൺ കയറും? ലോൺ നമുക്ക് 2 റുപ്യ. 2 റുപ്യ. ഒരു 60,000 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി സുഖമായിട്ട് ഇറക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്ന സ്വിഫ്റ്റ് തന്നെ. ഇത് ഏതാ മോഡൽ? 2009 ആണ്. 2009. ഇത് റിന്യൂവൽ കഴിഞ്ഞതാണോ? റീനാം എടുത്തു കൊടുക്കാം. ഡീസൽ അല്ലേ വരുന്നത്? ഡീസൽ അല്ലേ? അതെ. ഓണർഷിപ്പ് ഇത് 3 കിടക്കുന്നു. കിലോമീറ്റർ ഓടിക്കുന്നത് ഒന്നിന്റെ പുറത്ത് ഓടിക്കുന്നത്. ഒന്നിന്റെ പുറത്ത്. റീപ്ലേസ്മെന്റ് എന്താണോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല. പ്രൈസ് ആണ് വരുന്നത്. ഇത് 1,85 കൊടുക്കാം. പുതിയ പേപ്പറിൽ 1,85. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഡാറ്റ്സന്റെ ഗോ. 2014 മോഡലാണ്. 2014 മോഡൽ. ഓണർഷിപ്പ് വരുന്നത്? സെക്കൻഡ്. കിലോമീറ്റർ ഓടിക്കുന്നത് 60,000 കിലോമീറ്റർ. 60,000. റീപ്ലേസ്മെന്റ് എന്താണോ? ഇല്ല, റീപ്ലേസ്മെന്റ്. ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ് വരുന്നത്. പ്രൈസോ?
പ്രൈസ് ആണെങ്കിൽ നമുക്ക് 1.90 കൊടുക്കാം. 1.90 കൊടുക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഏതാണ്? i20 2011 മോഡൽ. 2011 i20. ഓണർഷിപ്പ് 3 ആയിക്കണ്. കിലോമീറ്റർ 1.10 ഓടി. 1 പുറത്ത് ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് എന്താണോ? ഇല്ല, മേജറായിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? 1.90. 1.90 കൊടുക്കാം. ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്ന ടൊയോട്ടന്റെ എത്തിയോസ് ഏതാ മോഡൽ വരുന്നത്? 11-12. കേരള ആണോ റിയ ആണോ? ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓണർഷിപ്പ് 3 ആയിക്കണ്. കിലോമീറ്റർ ആണെങ്കിൽ ഇത് 1.10 ഓടിക്കണ്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് എന്താണോ? ഇല്ല, റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് ഉണ്ട്. ഫ്ലാറ്റിൻ ടൈപ്പ് ആവും എന്തായാലും. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? ഇതാണെങ്കിൽ 3.30 കൊടുക്കാം. 3.30 കൊടുക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഇത് മൈക്ര 2010 മോഡലാണ്. മൈക്ര 2010-11 മോഡൽ. ഓണർഷിപ്പ് വരുന്നത്? സെക്കൻഡ്. കിലോമീറ്റർ 1.10 ഓടിക്കും. നല്ല മെക്കാനിക്കൽ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് നമുക്ക് 2 രൂപ കൊടുക്കാം. 2 രൂപ കൊടുക്കാം. ഈ ബാക്കുള്ള നിസാൻ മൈക്ര അത് 2012. അത് 2.35 കൊടുക്കാം. 2012 2.35. ഇനി നമ്മളെ റെഡിഗോ എപ്പോഴും ഇവിടെ തന്നെ അല്ലേ? ഇവിടുന്ന് ഒരു മാറ്റമില്ല. ഏത് റെഡിഗോ എപ്പം വന്നു കഴിഞ്ഞാലും റെഡിഗോന്റെ ഒരു വമ്പൻ കളക്ഷൻ ഇവിടെ ഇനി വരാണ്ട്. ബസ് നമ്മ ബ്ലാക്ക് നിസാൻ മൈക്ര തുടങ്ങാം. XV അല്ലേ വരുന്നത്? ഏതാ മോഡൽ വരുന്നത്? ഇപ്പൊ കാണിച്ച 3 വണ്ടി XV ആണ്. ഏറ്റവും ഫുള്ളോട് വണ്ടിയാണ്. ഇത് 2012-13 ആണ്. 12-13. ഇതാണെങ്കിൽ നമുക്ക് 2.60 കൊടുക്കാം. 2.60. ഓണർഷിപ്പ് വരുന്നത്? 3-ാമത്തെ കിടക്കും. കിലോമീറ്ററോ? കിലോമീറ്റർ ഓടിക്കണ 1.10 ഓടിക്കും. 1.10. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇനി നെക്സ്റ്റ് വരുന്നത് റെഡിഗോ. ഇതെങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2017. ഇതൊക്കെ ഫുൾ ഓൺ ഇട്ടാണ് വണ്ടികളാണ്. 2003 ഫുൾ ഓൺ. നമുക്ക് ഇതെങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2017 ആണ്. 2.10 കൊടുക്കാം. 2.10. ഓണർഷിപ്പ് സെക്കൻഡ് കിടക്കും. കിലോമീറ്റർ 70,000 കിലോമീറ്റർ. ഇതോ? ഇത് നമുക്ക് ഫുൾ 2.40 കൊടുക്കാം. ഇത് മാക്സിമം ലോൺ കൊടുക്കാം നമുക്ക്. ഏതാ മോഡൽ വരുന്നത്? 2017-18. 1000cc വരുന്നത്. ഓക്കെ. ഈ ഒരു റെഡിഗോ ഇത് ഫുൾ ലോൺ കൊടുക്കാം. 2016 ആണ്. 2016 എത്ര ചോദിക്കുന്നത്? 1.85 കൊടുക്കാം. 1.85 കൊടുക്കാം. ഒക്കെ ഫുൾ ലോൺ. റീപ്ലേസ്മെന്റ് ഏതാണോ? ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ഇനി ഫസ്റ്റ് പാർട്ടിൽ ഏകദേശം ഓൾമോസ്റ്റ് ഒരു 10-40 വണ്ടി ബഡ്ജറ്റ് കാറുകളുണ്ട്. ഇങ്ങനെ പ്രീമിയം കാറ്റഗറി വരുന്ന വണ്ടികളുണ്ട്. ഇനി അഥവാ ബെൻസ് ഒക്കെ വേണമെങ്കിൽ 2.20 പറ്റിയ ബെൻസുകളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും സ്പോട്ട് സ്പോട്ട് വരുന്നത് മലപ്പുറം പുത്തനത്താണി രണ്ടാളി എന്ന് പറഞ്ഞ സ്ഥലത്ത് റാഫിഖാൻ അടുത്തുള്ള റാഫിഖാന്റെ നമ്പറും കാര്യങ്ങളൊക്കെ അടിയിലുണ്ട്. അപ്പം അടുത്ത സെക്കൻഡ് പാർട്ടിൽ മാക്സിമം ഇയോൺ 800, ആൾട്ടോ, സ്വിഫ്റ്റ്, വാഗ്നർ ഒരുപാട് മോഡൽ ഉണ്ടല്ലേ. സെക്കൻഡ് പാർട്ടിലേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്തോളി. ഓഫർ എന്തായാലും ഉണ്ടാവും. ആരും മിസ്സാക്കണ്ട.